ഓക്കെ, ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മളിന്ന് കളിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഓക്കെ നമുക്ക് നമ്മുടെ വേൾഡിലോട്ട് പോകാം ഗൈസ്. അതിന് മുമ്പ് നമുക്ക് സെർവറൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, എന്താ പറയുക, നമുക്ക് ഈ കയറാം. ഓക്കെ, നമ്മൾ കയറി. ഓക്കെ, യു ഡു നോട്ട് സപ്പോർട്ട് അവർ ക്ലയൻറ്റ് സെഷൻ, പ്ലീസ് ലേറ്റസ്റ്റ് സെഷൻ. ഓക്കെ, ഇത് പഴയ വേർഷൻ അല്ല, നമ്മുടെ ഇരിക്കുന്ന പഴയ വേർഷനാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ക്യൂബ് ക്രാഫ്റ്റിൽ കയറാൻ പറ്റുമോ? ഡിസ്കണക്റ്റഡോ? നമുക്ക് നെറ്റ്വർക്കൊക്കെ ഉണ്ടല്ലോ ഗൈസ്, പിന്നെ എന്തുവാന്നോ ആവും. ഇതെന്തോടെ അത് ഞാൻ എന്തുകൊണ്ട് വിളിച്ച് നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഡിസ്കണക്റ്റഡ് ഫ്രം സെർവർ ഇല്ല, എന്താണ് നമുക്ക് ഡിസ്കണക്റ്റഡ് ആവുന്ന. നമുക്ക് നോക്കാം, ഇതെങ്കിലും വരൂ പ്ലീസ്. പിന്നെ ഡിസ്കണക്റ്റഡ് ഫ്രം സെർവർ. ഓക്കെ, നമുക്കിന്ന് സെർവർ ഒന്നും കളിക്കണ്ട, നമുക്കിനി നമ്മുടെ ഇതിൽ പോവാം. എന്തോടാ അത് വേറെ എന്തെങ്കിലും. ഓക്കെ, നമ്മുടെ സെർവർ, പക്ഷെ നമ്മുടെ വേൾഡിലോട്ട് പോവാം. ഓക്കെ, ഇത് പെട്ടെന്നാവുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ ഒക്കെ നമ്മൾ വന്നിട്ടുണ്ട്. ഓക്കെ, രാത്രിയല്ലേ? രാത്രിയാണ്, നമുക്ക് ഉറങ്ങാം. രാത്രി ആയില്ലേ? ഓ എടാ രാത്രിയല്ലേ ഇത്? ഇതായിട്ട് എനിക്ക് എന്തോ തോന്നുന്ന എന്തോ സ്ട്രേഞ്ച് ഫീലിംഗ് ഐസ്. ഇതുണ്ടോ ഡാർക്ക് ക്ലൗഡ്? ഇവിടെ രാത്രിയല്ലേ? രാത്രിയായിട്ട് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. കണ്ടോ, റീസ്പോൺസ് സെറ്റ് ഓർമ്മൊന്നും വരുന്നില്ല. അത് മാത്രമല്ല രാത്രിയും കൂടെയാണ്. കണ്ടേ, ബട്ട് മോബ്സ് ഒന്നും സ്പോൺ ആയിട്ടില്ല. സോംബി വില്ലേജേഴ്സിനെ കാണുന്നില്ലേ? കിച്ചനകത്ത് കുറെ ബ്രെഡും ഉണ്ട്. നമുക്ക് പക്ഷേ അവിടെ ഇതിവിടെയൊക്കെ കുറച്ച് വാട്ടർ വെച്ചൊക്കെ ചെയ്ത് നോക്കാം. എന്നാലും ഇതെന്താ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. നമുക്ക് ഒന്നും കൂടെ കിക്കടിച്ചിട്ട് നമുക്ക് വരാം. അതുകൊണ്ട് എന്തോ നൈസ് അത്. അത് പിന്നെ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. സ്ട്രേഞ്ച് ആയിട്ടുള്ള ഇതാണ്, സ്ട്രേഞ്ച് ആയിട്ടുള്ള ക്ലൗഡും. അത് മാത്രമല്ല ഹോപ്സ് ഒന്നും ഇല്ലായിരുന്നു. അത് മാത്രമല്ല വിയേർഡ്സ്. ഇപ്പം രാത്രിയാണോ? ബട്ട് വില്ലേജേഴ്സും ഇല്ല, സോംബീസും ഇല്ല. നമ്മളും നമ്മുടെ കൗസും ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ വില്ലേജേഴ്സ് ബട്ട് സോംബീസ് ഒന്നുമില്ല. സ്ട്രേഞ്ച്, ഇതാദ്യമായിട്ടാണ് എക്സ്പീരിയൻസ്. ഇത് ഇനി സണ്ണാണോ അതോ? കണ്ടേ, ഡാർക്ക് ക്ലൗഡ്, സൺ, ഒരു നൈറ്റ് കണക്കത്തുള്ള ഫീലിംഗ്. ബട്ട് ഇവിടെ വെയിലാണ്. ഓക്കെ, നമുക്ക് ഒന്നും കൂടെ ഉറങ്ങാൻ നോക്കിയാലേ. ഓക്കെ, ഇപ്പോഴാണ്. എന്നാലും അതൊരു സ്ട്രേഞ്ച് തന്നെ പറയാം ഗൈസ്.
കടിക്കുന്ന ചിക്കൻസ് ഇവിടെ ഇരിക്കുന്ന ഈ ഫുഡ് അങ്ങ് പിടിച്ചോളാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഷീപ്പിൻ്റെ വൂളിൻ്റെ ഇത് നമുക്ക് വയ്ക്കാം. നമുക്ക് ആക്ട് ചെയ്യാം. ഇനി കോഴിക്കുട്ടി എത്ര മുട്ട? ഇതാണ് നമ്മുടെ പച്ചടി എന്ന് പറഞ്ഞിട്ട് എന്നുവെച്ചാൽ കുറേ കോഴികളുണ്ട്. അവിടെ കോഴി രാവിലെ ആയത് പറയാം ഗൈസ്. ഞാൻ 1 മിനിറ്റിലേക്ക് കണ്ണ് എവിടെ നോക്കാം. ഇപ്പം നമ്മുടെ അവിടെ കൗ ഫാം നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇടാം നമ്മുടെ ബീറ്റ് ഒരെണ്ണം. ഇനി നമുക്ക് ഒരു ഫാമും കൂടെ ഉണ്ടാക്കണം. അത് ഏതെന്നാന്ന് ഞാൻ ഇപ്പം പറയാം. ഞാനൊന്ന് അളവോട് തോന്നണം. നമുക്കൊരു ഹോ ഉണ്ടാകാം. അപ്പോഴേ എനിക്ക് മനസ്സിലായി കാണും നമ്മളൊരു ബീറ്റ് ഫാം അതൊന്നും ഉണ്ടാക്കണം. നമ്മുടെ ഈ സ്റ്റോണും അധികം ഉണ്ട്. ഹോ ഉണ്ടാക്കാം. നമ്മുടെ അധികം ബീറ്റില്ല, 18 ഉള്ളൂ. വില്ലേജ് ഫാമിൽ നമുക്ക് ഇടുക. നമുക്ക് പോയിരിക്കുമ്പോഴും കുറേ കിട്ടും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വാട്ടർ മെലൺ ഒന്ന് എടുത്തേക്കാം. ഓക്കെ ബീറ്റ്സ് വെറുതെ ഇടുവാന്ന് വെച്ചാൽ ഇപ്പോൾ വീറ്റും ഇത് മാത്രം മതി. 38 അതിനുള്ളിൽ നമുക്കൊരു സ്റ്റാക്കെങ്കിലും വേണം. അപ്പം ഞാൻ ഒരെണ്ണം അവിടെ കണ്ടിട്ടുണ്ട്. ഒക്കെ അവിടെ ചെന്നിടുക. തൊട്ടടുത്തും കണ്ടാന്ന് ഇവിടെ ആരെങ്കിലും പോകാൻ അത് വില്ലേജർ. ഓക്കെ, നമുക്കിത് കിട്ടുന്നില്ല സീറ്റ്സ് ഒന്നും അധികം. നമുക്ക് എന്തായാലും ഒരു ഫാം ഉണ്ടാക്കാം. എവിടെ ഉണ്ടാക്കുമെന്ന് അറിഞ്ഞോളാത്ത എൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാ ഡേറ്റ് ബ്ലോക്ക് അങ്ങ് പൊട്ടിക്കാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇതൊരു വലിയൊരു സമയം എടുക്കും. കുറേ സമയം ഇത്രയ്ക്കും നമുക്ക് ഒരു 4 കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന ബിൽഡ് ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് അപ്ഗ്രേഡൊക്കെ ചെയ്യാം. ഇവിടെ ഒരു ഗോഡൗൺ നമുക്ക് ചെയ്യണം എന്ന് വെച്ചാൽ വീട്ടൊക്കെ ടെസ്റ്റിൽ ചെയ്യാം. നമുക്ക് ഇനി ഹോ എന്ത് ചെയ്യും? ഇത്രയ്ക്ക് മതി. 1 2 3 0. ഇവിടെ
എടാ പിന്നെ ഇവിടെ നമുക്ക് ഈ സെക്ഷനിൽ ഇവിടെ വെള്ളം കിട്ടാത്തതുകൊണ്ട് ഇവര് ഇതായി പോകുന്നുണ്ട്. ഇനി നമുക്ക് ഷവല് എടുക്കാം. വാട്ടർ ബക്കറ്റ് എടുക്കാം. അങ്ങ് വരെ പോകുന്നില്ല. ഞാനേ ഒരു കാര്യം കേസ്, നമുക്ക് നമ്മുടെ എല്ലാ സ്റ്റഫും അവിടെ വെക്കാം. ജസ്റ്റ് വെക്കാൻ. ഓക്കെ, ഇപ്പം കുറേ ആയിട്ടുണ്ട്. അവിടെ കുറച്ച് ഷവലും നമുക്ക് വേണ്ട. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഏരിയയുടെ മാളിലും കുറച്ച് സീഡും വേണം. ഇനി നമുക്ക് വാട്ടർ വേണം. ഇതിനി അവിടെ കുറേ ഒന്ന് തോന്നുന്നു. ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് ഈ സ്വർണം. നമുക്ക് അല്ല അതാണ്ട് ഇവിടെ ഉണ്ട്. ഇവിടെ അതാണ്ട തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ശരി വെള്ളം എടുത്തു. വെള്ളം ഇവിടെ യൂസ് ചെയ്യാനല്ലേ പറഞ്ഞ. ഇനി നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് ഫില്ല് ചെയ്താൽ മതി. ഓടിച്ചെന്ന് ചെയ്യാം. മാത്രം ഒരു പിഗ് ഫാം ഉണ്ടാക്കാം നമുക്ക്. അപ്പം നമുക്ക് കുറേ വാട്ടർ വേണം. 12 മിനിറ്റ് അതിനുള്ളിൽ നമ്മളിങ്ങനെ 2 സെറ്റ് വെച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പണി ഈസിയറാവും. ഇവിടെ മിഡിലാകുമ്പോൾ ഒക്കെ ഇത്ര മതിയായി. പിന്നെ നമുക്ക് വയ്ക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ടങ്ങ് ഈസിയാണ്. നമ്മുടെ ഇൻവെർട്ടറിയിലാകെ ഇച്ചിരിയേ ഉള്ളൂ. ഗെയിം നമ്മൾ നൈസായിട്ട് സ്മൂത്തായിട്ട് കൊണ്ടുവന്നു. ഓക്കെ, ഒരു സെറ്റും കൂടെ ഉള്ളൂ. 2 സെറ്റും കൂടെ താങ്ങാൻ പറ്റത്തോളം തോന്നുന്നു. പിന്നെ നമുക്ക് ഒരു ഷൗല് വേണം. നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് വാട്ടർ സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇത് ഡയറക്റ്റ് ബ്ലോക്ക് നമുക്ക് നിറയെ കിട്ടുന്നുണ്ട്. ഡയറക്റ്റ് ബ്ലോക്കിനായിട്ട് ഫാർമിങ് തുടങ്ങണം. അത് നമുക്കിവിടെ അടുത്തായിട്ട് തുടങ്ങാം. ഇവിടെ വേണ്ട വാട്ടർ ഇരിക്കുന്ന അവിടെ. ഓക്കെ, വാട്ടർ ഇടുക. ഓടിപ്പോ 8 ഹവറായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫാം പെട്ടെന്നങ്ങ് ചെയ്യും. ഇപ്പം ഇല്ല അലങ്കോലമാണ്.
നമ്മൾ ചെയ്തില്ല പാമ്പും പോയേനെ. ഓടിപ്പോ രാത്രി ആവാറായിട്ടുണ്ട്. ഞാൻ ഇനി ഒരു പ്രാവശ്യം കൂടെ വെച്ചിട്ട് അങ്ങനെ എന്ന് വെച്ചാൽ കുറേ നമുക്ക് നൈറ്റ് ടൈം ആയിട്ടുണ്ട്. അവിടെ ചിക്കൻ സൗണ്ടൊക്കെ നമുക്ക് വില്ലേജറുണ്ട് നമ്മുടെ വീട്ടിൽ. നമുക്ക് ഇനി ഇവിടെ ഓടിപ്പോ. ഞാൻ ഫർണസ് വയ്ക്കാൻ പറഞ്ഞു. ഈ സൈസ് ഫർണസ് വീട്ടിൽ അവിടെ വയ്ക്കാം, വീട്ടിൻ്റെ അവിടെ കൊടുക്കാം. ആ മിഡിലിൻ്റെ അങ്ങോട്ട് വയ്ക്കാം. മിഡിൽ അവിടെ വീട്ടൊക്കെ വളർന്നു കാണുമായിരിക്കും ചിലപ്പം. അതായത് നമുക്കൊരു പിഗ് ഫാം ഉണ്ടാക്കണം. ഇതാണ് ഇനി ഇരിക്കുന്ന പോലത്തേക്ക് മുറിച്ച് കളയാം. ഇവിടെ ഇതായിക്കോളൂ നമുക്ക്. അടാ ഇത് തികയണം. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് ഒരു ഡയറക്റ്റ് ബ്ലോക്ക് ഇടുക. പിന്നെ നമുക്ക് ഇവിടെ അങ്ങോട്ട് ബ്ലോക്ക് വെക്കാം. ഇപ്പം നമ്മുടെ ഫാം റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത് ചെറുതായിട്ട് വളർന്നെങ്കിലും തോന്നുന്നു. നമുക്ക് പിന്നെ അറിയാം. ഇപ്പോൾ നമുക്കൊരു പിക്ചർ ഉണ്ടാവണം. ഇവിടെ ഇരിക്കുന്ന ട്രീ ഒക്കെ മുറിച്ചൊന്ന് കളയാം. നമുക്ക് കുറേ വുഡ് കാണാം. നമുക്ക് ഈ ലീഫ് മുറിച്ചങ്ങ് കളയാം. ആപ്പിളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ഉപകാരമാവും ഇതൊക്കെ. നമുക്ക് എന്നിട്ടൊരു ട്രീ വളർത്തുന്ന ഒരു സ്റ്റേഷനും കൂടെ ഉണ്ടാകാം. നമുക്ക് ഇതൊക്കെ ഇട്ട് നമ്മുടെ അയൺ അയണല്ല കൊബിസ്റ്റോൺ. ഇനി നമ്മുടെ വീടൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വേണം. ഓക്കെ, കുറേ ഗുണ്ട ഇപ്പം തന്നെ 16 നമ്മുടെ പൂച്ചയാണത്. കിട്ടിയിട്ടുണ്ടല്ലോ. നമുക്ക് പൂച്ചേനൊക്കെ മുറിച്ചും പിന്നെ നമുക്ക് എന്തായാലും ചെയ്യണ്ടേ. പിഗ് ഫാം ഫർണസ് വെച്ചാൽ നമ്മുടെ വീട്ടിൻ്റെ അവിടെ ഇതെവിടെ വയ്ക്കുന്നു? ഫർണസ് ഇവിടെ വയ്ക്കാം. നമുക്ക് ഇവിടെ അങ്ങ് വയ്ക്കാം. പിന്നെ നമുക്കൊരു ആപ്സ് ഉണ്ടാകാം. പിന്നെ നമുക്ക് പണി തുടങ്ങാം. ഇവിടെ ഇരിക്കുന്ന ട്രീ ഒക്കെ മുറിക്കാം. ഫസ്റ്റപ്പോൾ ഈ ട്രീ മുറിയാം.
പെട്ടെന്ന് നോക്കിയോളാം. നമുക്കിതൊന്നും മുറിക്കണ്ട, നമുക്ക് ഈ ട്രീ മാത്രം മുറിച്ചാൽ മതി. ഇത്രയൊക്കെ ട്രീ ഒക്കെ മുറിച്ചാൽ മതി. ഇതേപോലത്തെ ട്രീ ഒക്കെ ഈസി ആയിട്ടൊക്കെ മുറിക്കാൻ പറ്റും. നമുക്കിപ്പം 13 കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു കുറേ വേണം. നമുക്ക് എൻ്റെ ഇതിൽ കുറേ ട്രീ ഒക്കെ മുറിയാം. ഒരു ട്രീ പോലും വിട്ട് കളയലും. നമുക്ക് ഇവിടെ നിന്ന് അവിടെ ഒക്കെയുണ്ട് കുറേ. നമുക്കതൊക്കെ വെട്ടിക്കളയണം. നമുക്ക് 30 കിട്ടിയിട്ടുണ്ട്. നമുക്ക് മേളിൽ ഒരെണ്ണമുണ്ട്. നമുക്കതും കിട്ടിയിട്ടുണ്ട്. ഇത് മുറിയാം. ഇവിടെ ഇരിക്കുന്നതായി മുറിച്ചു കളയാം. കുറേ മുറിച്ചു കളയാം. ഒരു ട്രീ ഫുള്ളങ്ങ് മുറിച്ചു കളയാം. നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയ്ക്ക് നമ്മൾ മുറിച്ച് കളയുന്നുണ്ട്. നമ്മൾ ഇപ്പം കുറേ എണ്ണം മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതും കൂടെ അങ്ങ് മുറിച്ച് കളയാം. പിന്നെ നമുക്ക് കുറേയും കൂടെ അങ്ങ് മുറിച്ച് കളയാം. ഇപ്പം നമ്മുടെ എത്ര ഉണ്ട്? കുറേ ഉണ്ട്. ഇപ്പം നമ്മുടെ 54. ഇവിടെ ഇരിക്കുന്നതും കൂടെ വെട്ടിക്കളയാം. വെട്ട് ഇതും വെട്ടിയിട്ടുണ്ട്. ഇതെല്ലാം വെട്ടിയിട്ടുണ്ട്. പോച്ച നമുക്ക് ഈ ഇതേപോലത്തെ മേളിൽ നിന്ന് ഇറങ്ങും. വെട്ടി അങ്ങനെ ഓക്കെ. ആകെ ഒരെണ്ണം ഇവിടെ ഇരിക്കുന്നു. 2 എണ്ണം ഉണ്ട്. ഒരു ചാക്കായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ മുറിയാം. നമുക്ക് ഇനി കുറേ മുറിക്കണം. നമ്മൾ ഇത്രയും മുറിച്ചതേ ഭാഗ്യം. ഇനി നമുക്ക് അവിടെയുള്ളതും ഇവിടെയുള്ളതും ഒക്കെ മുറിച്ചോളാം. ഇപ്പം നമുക്ക് ഇവിടെ ഇരുന്ന് മുറിച്ചോളാം. കരടിൻ്റെ പിടിച്ച് അവിടെ താഴെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒക്കെ എടുക്കണ്ടേ. നമുക്ക് ഇവിടെ കുറേ നമുക്ക് എടുക്കാം. നമുക്ക് എന്നിട്ട് വെറുതെ ഇടാം. വെയിറ്റ് അവിടെ ഒരു കവുണ്ട്. നമുക്ക് വെയിറ്റ് ഒക്കെ എടുക്കാം, പൊക്കാം. നമുക്ക് വീറ്റ് ഉണ്ടായിന്. വീറ്റ് ബ്രെഡേ ഉള്ളു. ബ്രെഡ് കാണിച്ചു തരുമോ? ബ്രെഡ് വീറ്റ് കൊണ്ടല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. ശരില്ല നമ്മുടെ സ്റ്റോണാക്സ് പൊട്ടാറായിട്ടുണ്ട്. നമ്മളതിന് കുറേ മുറിച്ചിട്ടുണ്ട്. നമുക്കിത് കുറെ പൊട്ടിയോ? നമുക്ക് പുതിയത് ഉണ്ടാകാം. നമ്മുടെ കുറേ ഉണ്ട്. എക്സാമിന് വേണ്ടി ഇതിൻ്റെ എല്ലായിടത്തും പോയി മൊബൈലൊക്കെ പോയി നോക്കിയിട്ടുണ്ട്. ഒന്നിനകത്തും ഓർമ്മയില്ല.
ഓക്കെ ഇതല്ലല്ലോ ആക്ഷൻ ഉണ്ടോ വന്നിരിക്കുന്നത് എന്താണോ നമുക്ക് അവിടെ ഒരു ട്രീ ഇരിപ്പുണ്ട് അത് നമുക്ക് കേട്ടോ ഓ അത് അപ്പുറത്താന്നല്ലേ അപ്പുറത്തോ ആ ട്രീയാണ് നമ്മൾ പാതി ഓടിച്ചു ആ ട്രീ വെച്ചിട്ടോ ഓടിച്ചു വെട്ട് വെട്ടറോ നമുക്കൊരു ട്രീ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള വ്യൂ കിട്ടും രാത്രി ആയിട്ടുണ്ട് നമുക്കിപ്പം പോയി അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വില്ലേജ് വളർത്തുന്നുണ്ട് നമ്മുടെ 10ാമത്തെ ദിവസം തന്നെ നമ്മൾ ഒരു രീതിയിലെല്ലാം ക്ലിയർ ചെയ്യാണ് വുഡ് ഹിറ്റ് നമുക്ക് ഇതൊക്കെ മുറിയാം കുറേ ഉണ്ട് ഇവിടെ ഇനി ഇവിടെയും കുറേ ഉണ്ട് നമുക്ക് മുറിയാം ഇത് മുറുകെ ഇത്രയും 27 മിനിറ്റ് അതിൽ നമുക്ക് ഇവിടെ ഒരു സ്പേസും ഉണ്ടാകണം ഒരു പിക് ഫാമിന് വേണ്ടി ഓക്കെ ഇപ്പം നമ്മുടെ ഇതൊക്കെ ക്ലിയർ ആണ് ഓക്കെ പിക് ഫാം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു ഷവല് വേണം ചെയ്യണം ഉണ്ടാക്കി കൊടുക്കുക നമുക്കൊരു പിക് ഫാം വേണ്ടി കുറച്ച് ചെയ്ത് ഇവിടെ ഇരിക്കുന്ന മുറിച്ചുകളാണ് ഇതൊന്നും ഇപ്പം വേണ്ട ഓക്കെ ഇവിടെ ഒരു ഡർട്ട് ബ്ലോക്ക് ആണ് ഇങ്ങനെയൊക്കെ കിടക്കുന്ന കുറേ അങ്ങ് മുറിയും ഒരു ഗ്യാപ്പ് പോയി നമുക്ക് ക്ലിയറായിട്ട് ഫുള്ളും അങ്ങ് മുറിച്ചോ ഒരെണ്ണം പോലും വിട്ടുകളയും എല്ലാം അങ്ങ് മുറിച്ചോ ഓക്കെ ഓക്കെ നമ്മുടെ ഓക്കെ നല്ല ലാഗടിക്കുന്നുണ്ട് എന്തുകൊണ്ടാന്ന് എനിക്കറിഞ്ഞോട്ടെ അവിടെ ലാഗി നോർമലായിട്ടുണ്ട് നമുക്ക് ഫാസ്റ്റായിട്ട് പിന്നെ ലാഗടിക്കുന്നു ഒരു സ്റ്റാക്ക് ഡേർട്ടായിട്ടുണ്ട് നമ്മൾ ഇത്രയ്ക്ക് മുറിച്ചപ്പം ഇതൊന്നും മുറിയണ്ട ക്ലിയർ ബയോമാണ് നമ്മുടെ വുഡും ഉണ്ട് നമുക്ക് വേറൊരു വുഡൻ ഉണ്ടാവാം ബാക്കി വുഡൊക്കെ നമുക്കതിലെണ്ണം നമ്മുടെ ടെസ്റ്റ് വെച്ചു പക്ഷെ ഇതല്ല നമുക്കിനി
80 എണ്ണം കിട്ടും ഗൈസ്. അത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഒരു ഗേറ്റും കൂടെ ഓക്കെ. പിഗിന് നമുക്കൊരു ക്യാരറ്റ് ഉണ്ട്. ഒരെണ്ണം വെച്ചിട്ടൊന്നും കാര്യമില്ല. ഓക്കെ, പിഗുണ്ട്. ഇപ്പം തന്നെ ഒരു പിഗിൻ്റെ സോങ് ഇട്ടിട്ടുണ്ട്. നമുക്കും പിന്നെ നമ്മുടെ കുറച്ച് ഷീപ്സിനൊക്കെ കൊല്ലണം. ശേ, ഒരു കാര്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഒരെണ്ണം കാണും. പക്ഷേ ഇവിടെ ഒരു ഡേർട്ട് ബ്ലോക്ക് ആണ്, കബസ്റ്റോൺ വെച്ചേക്കാൻ 2.5 വേണ്ടി. ഇന്ത്യയാണോ? നമുക്ക് കുറച്ച് ഷീപ്സിന് കൊള്ളാം. കുറച്ചൊന്നും എടുത്തില്ല, ഒരു കൊന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പം 5 എണ്ണം ഉണ്ട്. 5 എണ്ണം വെച്ച് ഉണ്ടാക്കാൻ പറ്റും. 6 എണ്ണം. ഓക്കെ, ഇതൊരു വലിയതാണ്. ഈ പിഗ് ഫാമിന് വലിയതാണ്. 6 എണ്ണം വെച്ചിട്ട് നമുക്ക് ഓരോരോ സൈഡിൽ വയ്ക്കാം. ഓക്കെ, ഇവിടെയും കൂടെ അങ്ങ് വെച്ചേക്കാം. ഓക്കെ, നമുക്ക് ക്യാരറ്റ് അധികം കിട്ടിയിട്ടില്ല. ഓക്കെ, സോ അവിടെ കുറേ എണ്ണം ഉണ്ട്. നമുക്ക് വില്ലേജറിൻ്റെ കയ്യിൽ നിന്ന് എടുക്കാം. തണ്ണിമട്ടൻ. ഓക്കെ, നമുക്ക് പൊട്ടിക്കാം. ഓക്കെ, വാ 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 വാ, ഇറങ്ങി വാടാ കൂട്ടിന്ന്. ഇറങ്ങി വാ, ഇറങ്ങി വാ, കയറി കയറി വാ 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 വാ. കോബിൾ സ്റ്റോൺ, കയറ് കയറ് കയറാം. ഓക്കെ, ഇനി നമുക്ക് പോവാം. വാ, വാ 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 വാ. ഓക്കെ, വരുന്നുണ്ട്. കയറി. ഈ ഗേറ്റ് തുറക്കുക. നമുക്ക് ഈ കോബിൾ സ്റ്റോൺ ഒന്ന് പൊട്ടിക്കാം. കയറി 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 വാ വാ വാ. എടാ കയറി 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 കയറി. ഇനി നമുക്ക് അടുത്ത കുളത്തിനെ കൊണ്ടുവരാം. ഓക്കെ, വാ, അവിടെ ഇങ്ങോട്ട് വേണം. കയറി കയറി. ഓക്കെ, നമ്മുടെ മാസ്റ്റർ പ്ലാൻ വർക്കായിട്ടുണ്ട്. ഓക്കെ,
കേസ് നൈറ്റ് ആയിട്ടുണ്ടോ നോക്കുക. ഈ ചിക്കൻ ഫാം മനസ്സിലായിരിക്കുന്നത്. പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. നമുക്ക് നാലൊരു മീൻ പിടിക്കണം. അടിപൊളി മീൻ ഈ സാധനത്തിന് ഓടണം. നമ്മുടെ 11ാമത്തെ ദിവസത്തിൽ ഇതാണ്. ഓക്കെ ആയിട്ടുണ്ട്. ലാഭം ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സ്ട്രീറ്റ് നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ, വീഡിയോ വെച്ച് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.